എൻ്റെ പേര് സാൻഡ്ര. ഞാൻ കൊച്ചിയിലെ ഒരു മീഡിയ കമ്പനിയിൽ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം. ഇതാണ് എൻ്റെ ഓഫീസ്. ഇവിടെ സെറ്റാ, വലിയ വർക്ക് പ്രഷറും ഇല്ല, നല്ല സാലറിയും കിട്ടും. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രശ്നം. ചാണ്ടി പോവാം. ഇന്നത്തെ ചെലവ് നിന്റെയാണേ. അതിനെന്താ? എടി എന്റെ വർക്കൂടെ ഒന്ന് ഇത് വെച്ചേക്ക്, ഞാൻ നേരത്തെ പൊക്കോട്ടെ. എടി ഒരു 1000 രൂപ വരുമോ? കഴിഞ്ഞ 5 പ്രാവശ്യം മേടിച്ചാൽ ആവത്തില്ല, ഇത് ഉറപ്പായിട്ടും തിരിച്ചു തരും. കയ്യിൽ ക്യാഷ് ആയിട്ടില്ല, ജിപേ ചെയ്താൽ മതി. ഇതാണ് എൻ്റെ പ്രശ്നം. എനിക്ക് നോ പറയാൻ അറിയത്തില്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ അതങ്ങ് സമ്മതിക്കും. ശ്വാസം ഒന്ന് മുകളിലേക്ക് വലിച്ചേ. ആഹാ, പറയുന്ന അതുപോലെ അനുസരിക്കുന്നുണ്ടല്ലോ. വിട്ടോളൂ. ഈ നോ പറയാനുള്ള ബുദ്ധിമുട്ട് എത്ര നാളായി തുടങ്ങിയിട്ട്? കുറേ നാളായിട്ടുണ്ട്. എന്നിട്ട് ഇതുവരെ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ലേ? അല്ല, എനിക്കിതുവരെ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടായത്? ഒരു വലിയ പ്രശ്നം ഉണ്ടായി. Will you marry me, ചാണ്ടി? എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. വേറെ ആരോടെ ഞാൻ ചോദിക്കുമോ? വേറെ ആരോടെങ്കിലും ചോദിക്കാനോ? ചാണ്ടി, എനിക്കറിയാം തനിക്ക് എന്നെ ഇഷ്ടമാണ്. പിന്നെ അതങ്ങ് സമ്മതിച്ചാൽ എന്താ? തന്നെ ഇന്ന് ഞാൻ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്നും കൂടെ ഉണ്ടാവുന്നൊരു വാക്ക് മാത്രം മതി. ഉണ്ടാവില്ല ചാണ്ടി, ഉണ്ടാവില്ല ചാണ്ടി. എടാ, ഞങ്ങൾ കമ്മിറ്റായേ. ഇന്ന് വൈകിട്ട് ചിലവുണ്ടേ എല്ലാവർക്കും. ചാണ്ടി, ചിലവ് കൊടുക്കല്ലേ? ഓ, അപ്പൊ അതാണ് പ്രശ്നം. അല്ല, കുട്ടി കമ്മിറ്റഡ് ആണോ? ഈ പറഞ്ഞ പയ്യൻ എങ്ങനെയുണ്ട്? ആള് വലിയ കുഴപ്പമൊന്നുമില്ല. സിൻസിയറാണ്, പിന്നെ ഡെഡിക്കേറ്റഡാ. പിന്നെ ഓഫീസിൽ ആദ്യം വരുന്നതും അവസാനം പോകുന്നത് അവനാ. പിന്നെ ഓഫീസിൽ ഭയങ്കര സ്ട്രിക്റ്റാ. അതുകൊണ്ട് ആർക്കും സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്നോട് കുഴപ്പമില്ല. പിന്നെ എന്താ പ്രശ്നം? അങ്ങോട്ട് പ്രേമിക്കണം. അത് പറ്റില്ല. എനിക്ക് എങ്ങനെയെങ്കിലും നോ പറയണം. എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു ഡോക്ടറെ. ഓക്കെ, ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, പക്ഷേ അതിന് കുറെ പൈസ ചിലവാകും. ഏകദേശം 10 ലക്ഷം രൂപയെങ്കിലും ചിലവാകും. എൻ്റെ അത്രയും പൈസ ഒന്നുമില്ല ഡോക്ടറെ. അപ്പൊ നോ പറയാൻ അറിയാം. അതല്ല, ഇത്രയും പൈസ. കുട്ടിയുടെ പ്രശ്നം നോ പറയാൻ പറ്റാത്തതായിരിക്കില്ല. ചിലപ്പോ തനിക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ തന്നെ ആയിരിക്കും താൻ ഏറ്റെടുക്കുന്നത്. മാത്രമല്ല, അത് മറ്റുള്ളവരെ എങ്ങനെ വേദനിപ്പിക്കുമോ എന്ന് കരുതിയിട്ടായിരിക്കും നോ പറയാത്തത്. അല്ലാതെ വേണ്ടടുത്ത് നോ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇതിന് തൽക്കാലം ചികിത്സയൊന്നും വേണ്ട. അല്ലെങ്കിൽ വന്നതല്ലേ, ഞാൻ 2 ഗുളിക എഴുതാം. ഞങ്ങളുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിക്കണേ. കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വാങ്ങിച്ചോളൂ. ശരി ഡോക്ടറെ. നല്ലൊരു രോഗം, മിനിമം ഒരു ഓപ്പറേഷനെങ്കിലും ചെയ്യായിരുന്നു. എടി, നീ നിന്റെ പഴയ റിലേഷൻഷിപ്പിൽ നിന്ന് എത്ര പാടുപെട്ടാ പുറത്തു വന്നതെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് വേറെ ആർക്കും നിനക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും സമയമെടുത്ത് ഞാൻ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. അപ്പം നാളെ തൊട്ട് ഞാൻ പറഞ്ഞ പോലെയൊക്കെ നീ ഒന്ന് ചെയ്തു നോക്ക്. എന്ത്? എടി, അവനോട് അടുത്ത് ഇടപഴകാൻ. എന്തിന്? നിന്നോടൊപ്പം ഞാൻ ഇത്ര നേരം പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? എടി, ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ വീട്ടുകാർ വിളിച്ച് നിന്നെ ആരെ കൊണ്ടെങ്കിലും കെട്ടിച്ചുവിടും. ആരാ എന്താ എന്നറിയാത്ത ആരെങ്കിലും പോയി കെട്ടുന്നതിലും ഭേദമല്ലേ അറിയാവുന്ന ഒരാളെ കല്യാണം കഴിക്കുന്നേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എടി,
നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം. ചിലപ്പോൾ നമ്മൾ അത് നോക്കി അങ്ങോട്ട് കൊണ്ടുവരും. ഇതിപ്പോൾ ഇങ്ങോട്ട് വന്നതാണെങ്കിലോ? ഇതങ്ങനെ ആയിക്കൂടാന്നില്ലല്ലോ. നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതിപ്പോ ഒന്ന് നോക്കി നോക്കാലേ.